ഹലോ എവരിവൺ. അപ്പോൾ കേൾക്കാലോ അല്ലെ എല്ലാവർക്കും? ഓക്കെ, അപ്പോ നമ്മള് ഇന്ന് പുതിയൊരു ടെക്സ്റ്റ് ആണ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. സ്ട്രെസ്, മാനേജിങ് സ്ട്രെസ് ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ടെക്സ്റ്റിന്റെ പേര്. അതുപോലെ തന്നെ കോഡ് ഒന്ന് ഓർത്തിരിക്കുക, BPCS 186. ഓക്കെ, അപ്പം സ്ട്രെസ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ടെക്സ്റ്റിൽ ഫുള്ള് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എപ്പോഴും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ സ്ട്രെസ് എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും സമ്മർദ്ദം അനുഭവപ്പെടും. ചിലപ്പോൾ ജോലിയുടെ ആയിരിക്കാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കുന്നതിൽ, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിൽ, പല കാര്യങ്ങളിൽ നമുക്ക് സ്ട്രെസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വിവാഹ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മുടെ റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യാം, അതുപോലെ തന്നെ എത്ര ടൈപ്പ് ഓഫ് സ്ട്രെസ് ആണ് ഉള്ളത്, അതുപോലെ തന്നെ സ്ട്രെസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണെങ്കിൽ പോലും അതിന് കൃത്യമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആ ഒരു കോൺസെപ്റ്റ്, അതിന് കൃത്യമായുള്ള നിർവചനം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന്റെ ജസ്റ്റ് പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം ഞാൻ. ഫസ്റ്റ് എന്ന് പറയുന്നത് സ്ട്രെസ് എന്താണെന്നുള്ള ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും നമ്മുടെ ഈ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് അറിയാമെങ്കിൽ പോലും, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണെങ്കിൽ പോലും, നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ കറക്റ്റ് ഡെഫിനിഷൻ കാര്യങ്ങളും ഒക്കെ നമുക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എഴുതാൻ സാധിക്കില്ല. നമ്മൾ കൃത്യമായിട്ടുള്ള നമുക്ക് സോഷ്യോളജിസ്റ്റുകളോ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട സൈക്കോളജിസ്റ്റുകളൊക്കെ നൽകിയിട്ടുള്ള നിർവചനങ്ങൾ വേണം നമ്മൾ അതിൽ എഴുതാനായിട്ട്. അതുകൊണ്ട് സ്ട്രെസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ മോഡൽസ് ഓഫ് സ്ട്രെസ് ഉണ്ട്, അതായത് പലതരത്തിലുള്ള സ്ട്രെസ്സിന് പലതരത്തിലുള്ള മോഡൽസും കാര്യങ്ങളുണ്ട്. അപ്പൊ ആ ഒരു മോഡൽസും കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. പിന്നെ വരുന്നത് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു സ്ട്രെസ് പ്രോണോൺസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ഫാക്ടേഴ്സ് ആയിരിക്കും നമ്മൾ സ്ട്രെസ്സിലേക്ക് കാരണം, അല്ലെങ്കിൽ സ്ട്രെസ്സിലേക്ക് എത്തുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഫാക്ടേഴ്സ് കൊണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്രസ്ട്രേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ജീവിത വിജയം കിട്ടാത്ത അവസ്ഥ, ഇതൊക്കെ നമ്മുടെ സ്ട്രെസ്സിന് കാരണമാവും. അല്ലെങ്കിൽ ജോലി ഭാരം, അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടാത്ത, ഇതൊക്കെ നമ്മുടെ സ്ട്രെസ്സിന് കാരണമാകുന്ന ചില കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സും കാര്യങ്ങളും എല്ലാം നമ്മളൊന്ന് ജസ്റ്റ് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രെസ് എന്താണെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ കോപ്പിംഗ് വിത്ത് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് സ്ട്രെസ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കാൻ പറ്റില്ല. നമുക്ക് അതിന്റെ സ്ട്രെസ് നമുക്ക് എങ്ങനെ അതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, അതുമായിട്ട് നമുക്ക് എങ്ങനെ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റും എന്നുള്ളതും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അപ്പൊ ഭാവിയിൽ നമുക്ക് ഇപ്പോൾ ഇല്ലെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ്സും കാര്യങ്ങളും വരുമ്പോൾ അത് എന്തുകൊണ്ടാണ് ആ സ്ട്രെസ് ഉണ്ടാവുന്നത്, അതിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, നമുക്ക് അതിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇത് പഠിച്ച് നമ്മൾ എക്സാമിന് എഴുതുക മാത്രമല്ല, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലും കൂടെ നമ്മൾ പ്രാവർത്തികമാക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതെല്ലാമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് ഫസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് സെക്കൻഡ്, അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് തേർഡ്. അപ്പൊ ഈ 3 സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്ട്രെസ് കാരണം നമുക്കുണ്ടാവുന്ന എഫക്റ്റ് എത്രയുണ്ട്, ആഫ്റ്റർ എഫക്ട്സ് എത്രയുണ്ടെന്നുള്ള കാര്യം കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാരണം സ്ട്രെസ് എന്ന് പറയുന്നത് സമ്മർദ്ദമാണെന്നറിയാം. ജോലി സമ്മർദ്ദം, അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദം, അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും അസുഖങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടൊക്കെ ഉണ്ടാവുന്ന സമ്മർദ്ദങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം വർക്ക് പ്രഷർ ഒക്കെ ഉണ്ട്. അപ്പൊ ഇത്തരത്തില് ഈ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുന്നത്, ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. ഉറക്കമില്ലായ്മ, അതുപോലെ തന്നെ എപ്പോഴും മൂടിയായിട്ട് ഇരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമേ തൊട്ട് ഒന്ന് ജസ്റ്റ് നോക്കാം സ്ട്രെസ് എന്താണെന്ന്. കോൺസെപ്റ്റ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നതാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രെസ് എന്താണെന്നുള്ളത് ഈ ഒരു ക്വസ്റ്റ്യനില്, ഈ ഒരു ഭാഗത്ത് നിന്ന്, ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് സ്ട്രെസ് എന്താണെന്നുള്ള ഒരു ഡെഫിനേഷനും അതിനെക്കുറിച്ച് സ്ട്രെസ് എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറച്ച് എഴുതാനുള്ള ഒരു മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് സ്ട്രെസ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ മെയിൻ എഫക്ട്സ് ഓഫ് ആഫ്റ്റർ എഫക്ട്സ് ഓഫ് സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കോൺസെപ്റ്റ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത്, Nira was a delight student. He studied MBA and graduated as the top student in his class. He was also able to land an excellent position as a manager with one of the world's most prestigious multinational corporations. Nira was
ecstatic about his new position. Neerav parents and friends noticed changes in his behavior once he began working. He was irritable and angry all the time, seldom communicated with anyone, and did not eat or sleep enough. She, his coworkers noted the shift in his behavior as well, believing that Nirav, who was before affecting the humorous, was becoming withdrawn, which was impacting his work performances. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കുറച്ച് പേരുടെയൊക്കെ സ്ട്രെസ്സിന്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഫോർ എക്സാമ്പിൾ നമ്മൾ കുറച്ച് ലൈഫ് സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. അതായത് നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി, അവന് എപ്പോഴും ടോപ്പായിരുന്നു, കോളേജിലൊക്കെ ടോപ്പായിരുന്നു. പിന്നീട് അദ്ദേഹം ഒരു ജോലിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതിലുണ്ടായിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ അയാളുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ബാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിലുള്ള എന്തെങ്കിലും മാറ്റം നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവർക്കോ ഒക്കെ കാണുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അത് എന്താണെന്ന് അന്വേഷിച്ച് അതിനൊരു പ്രതിവിധി കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. കാരണം കൂടുതലായിട്ട് നമ്മൾ ദൂരം പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മുടെ മനസ്സിനെയൊക്കെ വളരെയധികം ബാധിക്കാൻ ഇടയുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സാമിന വാസ് ദ ഫാമിലീസ് എൽഡസ്റ്റ് ചൈൽഡ് വാസ് ആൻഡ് എ ഗിഫ്റ്റഡ് സ്റ്റുഡന്റ്. When she grew up, she wanted to be a doctor. However, her mother became ill, and Samina was forced to abandon her studies to care of her sick mother and 3 younger siblings. Samina was no longer the same after her mother passed away. She began to get sick frequently, and doctors were unable to uncover her by psychological causes for her illness. She had lost interest in her academics as well, and she did not even bother to show up for her exam. അപ്പോൾ നമ്മുടെ ഓരോരോ ലൈഫ് സിറ്റുവേഷൻസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോരോ കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ ആളുകൾക്ക് സ്ട്രെസ് ഒക്കെ ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ പറയുന്നത് ആദ്യമേ ഒരു നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയുടെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ സെക്കൻഡ് പറഞ്ഞത് ഒരു പെൺകുട്ടിയാണ്, അവള് മൂത്ത കുട്ടിയാണ്. അതുപോലെ തന്നെ നന്നായിട്ട് പഠിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നവർക്ക് നന്നായിട്ട് പഠിച്ച് ഡോക്ടർ ആവണം എന്നായിരുന്നു ആഗ്രഹം. അപ്പം അമ്മയ്ക്ക് സുഖമില്ലാതെ വന്നപ്പോൾ അവളുടെ പഠനം ഡ്രോപ്പ് ചെയ്ത് പിന്നീട് അവളുടെ അമ്മേനെ ശുശ്രൂഷിക്കാനായിട്ട് ഇറങ്ങി. പിന്നീട് അമ്മ മരിച്ചതിന് ശേഷം അവൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് അസുഖങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ അത് ഡോക്ടേഴ്സിനെ കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രശ്നം കാരണമാണ് ഇത്തരത്തിൽ എപ്പോഴും അസുഖം വരുന്നതെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. പിന്നീട് അവർക്ക് ഒരിക്കലും സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതുപോലെയുള്ള ഒരുപാട് എക്സാമ്പിൾസും കാര്യങ്ങളും പറയുന്നുണ്ട്. കാരണം സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ മാനസികം സൈക്കോളജിക്കൽ ആയിട്ട് നമ്മൾ ഒരുപാട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സിനുള്ള വലിയൊരു ശക്തിയുണ്ട്. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, മനസ്സിന്റെ ശക്തി കൊണ്ടാണ് അവൾ ഇത്രയും ദൂരം വന്നത്, അല്ലെങ്കിൽ അയാൾക്ക് ആ ഒരു വലിയ അപകടം പറ്റിയിട്ടും അയാൾ ഇപ്പോൾ എഴുതി നടക്കുന്ന മനസ്സിന്റെ ധൈര്യം കൊണ്ടാണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അപ്പൊ മനസ്സിന് അത്രയും ധൈര്യമുണ്ട്. മാനസികമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ അത് നമുക്ക് ലഭിക്കും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാനസികമായിട്ട് നമ്മളെ തളർത്തുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ ഫിസിക്കലായിട്ട് നമ്മൾ വളരെയധികം തളർന്നു പോകും. അപ്പൊ ഇതെല്ലാം വളരെ കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ എന്താണ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത്, സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാനസികമായിട്ട് നമ്മളെ തളർത്തുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ശാരീരികമായിട്ടും നമുക്ക് ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. നമുക്ക് ഉറക്കക്കുറവ് അതുപോലെ തന്നെ മൂടി ആയിട്ടുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവുന്നതിന് കാരണമാണ് സ്ട്രെസ്. The word stress comes from the Latin word stringager, that means drawn tight. It is now a widely used term is a variety of settings, including school, the workplace, everyday life, and so on. We frequently encounter persons who claim to be stressed or to be experienced stress in their life. We too, for our frequently stressed physical sciences, are mostly responsible for the origins of stress. It was often used to doctrine associations and sufferings suffered by individuals throughout the 17th century, and it come to be defined mostly in terms of pressure, strain, and or force during the 18th century. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്ന വാക്ക് ലാറ്റിൻ വേർഡിൽ നിന്ന് ഉൾക്കൊണ്ടാണ് അല്ലെങ്കിൽ ഉൾത്തിരിഞ്ഞാണ് വന്നതെന്ന് ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ടു ഡ്രോ ടൈറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ, ഒരു മീനിങ് ആണ് അതിന് വരിക. അപ്പൊ ലാറ്റിൻ വേർഡിൽ നിന്ന് ഉണ്ടായതാണ്. അതുപോലെ തന്നെ ഒരു 18th സെഞ്ചുറി മുതൽ ഈ ഒരു പ്രഷർ, സ്ട്രെസ് തുടങ്ങിയ വാക്കുകളെല്ലാം നമ്മുടെ ഒരു സമൂഹത്തിൽ കൂടുതലായിട്ട് വ്യാപിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ അത് കൂടുതൽ പോപ്പുലർ ആയിട്ട് ആ ഒരു വേർഡുകളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി.
The early conception of stress were primarily concerned with the stress and external input throughout. It was eventually defined as the individual reaction to specific disturbance. In this constant cannot research can be sites. In which he focused on the fight or flight response. The focus of Cannon's research was on the impact of stress on both animals and people. Cannon also saw physiological changes in the subjects of his study, which is attributes to stress. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് മാത്രമല്ല ആനിമൽസിനും കാര്യങ്ങൾക്കും ഒക്കെ അത് അഫക്റ്റ് ചെയ്യാറുണ്ടെന്നാണ് പറയാറ്. അപ്പൊ നമ്മൾ ചില മൃഗ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മൃഗ പരിപാലകരൊക്കെ നമ്മളോട് ചില കാര്യങ്ങളൊക്കെ പറയും അല്ലെ. ഇപ്പം പശുക്കൾക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പാല് കിട്ടണമെങ്കിൽ നല്ല പാട്ടൊക്കെ വെച്ച് കൊടുക്കുക, തൊഴുത്തിന്റെ സമീപം പാട്ടൊക്കെ വെച്ച് കൊടുക്കാൻ ഒക്കെ നമ്മളോട് പറയാറുണ്ട്. നമ്മുടെ പലപ്പോഴും നമ്മൾ ചിലപ്പോൾ ടിവിയിലൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ എന്താണ് മൃഗങ്ങൾക്കും ഇത്തരത്തിലുള്ള സന്തോഷം അതുപോലെ തന്നെ സങ്കടം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഒരു പാട്ടൊക്കെ കേൾക്കുമ്പോൾ അവർ സന്തോഷം ഉണ്ടാവും. സന്തോഷത്തിലൂടെ അവർക്ക് നല്ല രീതിയിൽ നമുക്ക് പാൽ ലഭിക്കുന്നതിന് കാരണമാവും. അപ്പൊ ആ ഒരു കാര്യം അതായത് മൃഗങ്ങളെയും മനുഷ്യരെയും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ് മാനസികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പം നമ്മൾ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ മാനസികമായിട്ട് നമ്മൾ ഫിറ്റ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതുപോലെ തന്നെ yet another definition of stress was given by Lazarus and Flockman. They defined stress as a particular relationship between the person and the environment that is appreciated by the person as taxing or exceeding her resources and endangering her well-being. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളാം. അതായത് ലസാസും അതുപോലെ തന്നെ ഫ്ലോക്മാനും നൽകിയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. Although stress is portrayed in a negative respect in definition, is also not always negative and can have its own set of benefits. The transitional model of stress and coping proposed by Lazarus and Flockman focuses on how an event is interpreted or appraised by an individual, which determines the stress experienced by the individual. Stress and coping with the stress are interconnected process according to this paradigm. അപ്പം നമ്മളെ ഒരുപാട് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സ്ട്രെസ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്ട്രെസ്സിനെ സ്വാധീനിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചും കൂടെ നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി ആണ്. കാരണം സ്ട്രെസ് ഉണ്ടാവുന്നതിന് പ്രധാനപ്പെട്ട കാരണം നമുക്ക് വളരെയധികം റെസ്പോൺസിബിൾ ആണ് നമ്മളെങ്കിൽ, ഭയങ്കര അധികമായിട്ട് നമുക്ക് റെസ്പോൺസിബിലിറ്റി കൂടുതലാണെങ്കിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പല കാര്യങ്ങൾ ചെയ്യുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അത്തരത്തില് നമുക്ക് ചിലപ്പോൾ ആ റെസ്പോൺസിബിലിറ്റീസ് നമ്മളെ ബാധിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞു അല്ലെ. ഒരു പെൺകുട്ടിക്ക്, അവൾ മൂത്ത കുട്ടിയാണ്, അവൾ നന്നായിട്ട് പഠിച്ചിരുന്നു. പക്ഷെ അമ്മയ്ക്ക് അസുഖം വന്നപ്പോൾ അവളുടെ പഠനമൊക്കെ ഉപേക്ഷിക്കുകയും അമ്മേനെ നോക്കേണ്ടി വരികയൊക്കെ ചെയ്തു. അത് അവൾക്ക് അമ്മേനെ നോക്കാനായി താല്പര്യമുണ്ടെങ്കിൽ പോലും അവളുടെ അക്കാഡമിക്സിനെ വളരെയധികം തകർക്കുകയാണ് ഉണ്ടായത്. അപ്പൊ അത്രയും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഒരാളുടെ ജീവിതത്തെ ബാധിക്കാറുണ്ട്. അത് സ്ട്രെസ്സിന് കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നതും സ്ട്രെസ്സിന് കാരണമാകും. ഇപ്പൊ നമ്മൾ നമ്മുടെ അടുത്ത കൂട്ടുകാരോട് നല്ല വഴക്കാണെന്ന് വിചാരിക്കാം, നമ്മുടെ ഭയങ്കര ബെസ്റ്റ് ബഡിയായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു കുട്ടിയോട് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ വഴക്കാണെങ്കിൽ നമുക്ക് ഭയങ്കര സ്ട്രെസ് ആയിരിക്കും അല്ലെ. നമ്മൾ ആ ഒരു ഓഫീസിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു സ്കൂളിലോ കോളേജിലോ ഒക്കെ പോകുമ്പോൾ ആ ഒരു കൂട്ടുകാരനെ കാണുമ്പോൾ നമുക്ക് ശരിക്കും മിണ്ടാനോ ഒരു വഴക്കിന്റെ ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് പാടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ തന്നെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു കോൺഫ്ലിക്റ്റ്, അതും നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. ചില ആളുകളൊക്കെ അവരുടെ ഉള്ളിൽ തന്നെ ഒരു മത്സരം അല്ലെങ്കിൽ ഒരു വാദപ്രതിവാദം നടക്കും. അതായത് ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ ചെയ്തത് ശരിയല്ല, ഞാൻ ഇന്നതല്ല, ഞാൻ മടിച്ചിയാണ്, അല്ലെങ്കിൽ ഞാൻ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കൃത്യമായിട്ട്. ഇങ്ങനെ ഒരാളുടെ ഉള്ളിൽ ഇരുന്ന് അയാളുടെ മനസ്സ് അയാൾ തന്നെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ ഒരിക്കലും അയാൾക്ക് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പെൺകുട്ടിയോ അവൾ ചെയ്യുന്ന ജോലിയോട് അവൾക്ക് തീരെ ആത്മാർത്ഥതയില്ല, അല്ലെങ്കിൽ അവള് നല്ല രീതിയിലല്ല ജോലി ചെയ്യുന്നത് നമുക്ക് ഉറപ്പുണ്ട്. അപ്പൊ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവൾക്ക് പറ്റുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവളുടെ തന്നെ മനസ്സിലിട്ട് കുഴപ്പിക്കുകയാണെങ്കിൽ, ഞാനൊന്നും ചെയ്യുന്നത് ശരിയല്ല, ഞാൻ നല്ല കുട്ടിയല്ല, ഞാൻ ചീത്ത കുട്ടിയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് അയാൾക്ക് സ്ട്രെസ് ഉണ്ടാവുന്നതിന് കാരണമാകും. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ സ്കൂൾ വർക്ക്, അതുപോലെ തന്നെ എൻവയോൺമെന്റ്. അപ്പൊ സ്കൂളിലും അതുപോലെ തന്നെ നമ്മുടെ
ജോലി സ്ഥലത്തുമൊക്കെ ഉള്ളൊരു പരിസ്ഥിതി നമുക്ക് സൗഹാർദ്ദപരമായിട്ടല്ലെങ്കിൽ നമുക്കത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും അല്ലേ? ഇപ്പൊ സ്കൂളിൽ ചെല്ലുമ്പോൾ എനിക്ക് കൂട്ടുകാരാരുമില്ല, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ എനിക്ക് കൂട്ടുകാരാരുമില്ല. അവരെല്ലാം ഭയങ്കരമായിട്ട് അവരുടെ ഒരു ജീവിതത്തിൽ പോവുകയാണ് എന്നൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ആ ഒരു വർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു സ്കൂൾ എൻവയോൺമെന്റ് നമുക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അത് നമ്മളിൽ സ്ട്രെസ് ഉണ്ടാക്കുന്നതിന് കാരണമാകും. ബാക്കി എല്ലാവരും നല്ല കൂട്ടാണ്, എനിക്ക് മാത്രം കൂട്ടുകാരില്ല തുടങ്ങിയ ചിന്തകളൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് സ്ട്രെസ്സിൽ അകപ്പെടുത്തും. പിന്നെ വരുന്നത് ഇമോഷണൽ ലേബർ ആണ്. അതായത് നമ്മുടെ മാനസികമായിട്ട് ചില ആളുകളൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടാവും, ചില സിനിമാ നടന്മാരൊക്കെ അവരുടെ ചില സിനിമകളിലൊക്കെ അഭിനയിക്കുമ്പോൾ അതെന്താണ് അവരുടെ ഇമോഷണലിനെയും കൂടെ ബാധിക്കാറുണ്ട്. ചില സമയത്ത് ചില മൂവീസിലെ ക്യാരക്ടേഴ്സ് ആയിട്ട് അവർ മാറുകയും അവരുടെ ആ ഒരു ക്യാരക്ടറിന്റെ ചില ദുഃഖാവസ്ഥകളിലൂടെ കടന്ന് അതിൽ നിന്ന് കരകയറാനാവാത്ത കുറച്ച് അവസ്ഥയൊക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതും സ്ട്രെസ്സിന് കാരണമാകും. അതുപോലെ തന്നെ ലൈഫ് ഇവന്റ്സ്, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ മരണം, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ, സാമ്പത്തിക പ്രതിസന്ധി ഇതൊക്കെ വരുമ്പോൾ എന്താണ് അതും സ്ട്രെസ്സിന് കാരണമാകുമെന്ന് നമുക്കറിയാം. പിന്നെ വരുന്നത് ഫിസിക്കൽ കണ്ടീഷനാണ്. ഫിസിക്കൽ കണ്ടീഷനും നമ്മുടെ സ്ട്രെസ് വർദ്ധിപ്പിക്കുന്നതിന് ഒരു കാരണമാണ്. കാരണം നമ്മൾക്ക് എന്തെങ്കിലും മാരകമായ അസുഖമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് വീക്കാണ്, അല്ലെങ്കിൽ ശാരീരികമായിട്ട് നമുക്കൊന്ന് അനങ്ങാനോ നടക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് നമ്മളെ തളർത്തി കളയും അല്ലെ? ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. ഞാൻ ഇനി ജോലിക്ക് പോകാൻ പറ്റുമോ? എനിക്ക് ബാക്കി മറ്റുള്ളവരുടെ സഹായത്തോടെ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവരുടെ മനസ്സിൽ വന്നിട്ട് അതെന്താണ് ഒരു സ്ട്രെസ്സിന് കാരണമാകും അല്ലെ? ചില ആളുകളൊക്കെ മാരകമായ അസുഖമൊക്കെ വരുമ്പോൾ ആത്മഹത്യയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ എന്താണ്? അത് ഇത്തരം സ്ട്രെസ്സിൽ നിന്നുണ്ടാവുന്ന ആത്മഹത്യ പ്രേരണകളാണ്. അതുപോലെ തന്നെ സ്ട്രെസ്സേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് ഓരോ റോളിലുള്ള ഓരോരോ അപ്പൊ അച്ഛന്റെ അമ്മയുടെ റോൾ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ ആയിരിക്കും അല്ലെ? ഇപ്പൊ കൂടുതൽ പറയുകയാണെങ്കിൽ നമ്മുടെ അമ്മ ഒരു പെൺകുട്ടി ആദ്യമായിട്ട് അമ്മയാവുകയാണെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ ജീവിതം എന്ന് പറയുന്നത് പെട്ടെന്ന് മാറുകയാണ്. കാരണം കുഞ്ഞിനെ നോക്കുക, കുഞ്ഞിന്റെ കൂടെ സമയം ചെലവഴിക്കുക, അതുപോലെ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങൾക്കും അമ്മയുടെ ഒരു സഹായം ആ കുഞ്ഞിന് ആവശ്യമുണ്ട്, നവജാത ശിശുക്കൾക്ക്. അപ്പൊ ആ ഒരു പെൺകുട്ടിയുടെ ജീവിതം മുഴുവനായിട്ട് മാറുകയും അവൾക്ക് സ്ട്രെസ് ഉണ്ടാവുകയും ഒക്കെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സ്ട്രെസ്ഡ് ആവാനായിട്ടുള്ള കാരണങ്ങളുണ്ട്. കാരണം അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ സ്ട്രെസ് ഉണ്ടാവാനായിട്ട് ഇത് കാരണമാകും. അപ്പനാണേലും അമ്മയ്ക്കാണേലും പുതുതായിട്ട് അച്ഛനും അമ്മയൊക്കെ ആകുമ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം സ്ട്രെസ് ഉണ്ടാക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളാണെന്ന് ഓർത്തിരിക്കുക. റെസ്പോൺസിബിലിറ്റീസ്, ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്ട്സ്, അതുപോലെ തന്നെ സ്കൂൾ വർക്ക് എൻവയോൺമെന്റ്, അതുപോലെ തന്നെ ഇമോഷണൽ ലേബർ, ലൈഫ് ഇവന്റ്സ്, ഫിസിക്കൽ കണ്ടീഷൻ, ഇതൊക്കെ ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. പിന്നെ വരുന്നത് stresses are a wide range of environmental and internal stimuli that can cause stress. Physical, psychological, and environmental, social, and life events are all examples of stressors. Adjusting to change, financial troubles and challenges, life events such as separation, divorce, illness, or loss of loved ones, managing several tasks and duties, encountering frequent trying situations, and even technical advanced and progress are all examples of stressors. Figure below despite some of the pressures that can individual may face in their life. അപ്പോൾ അതുകൂടാതെ ഒരുപാട് വേറെ സിറ്റുവേഷൻസ്, സ്ട്രെസ് ഉണ്ടാവാനുള്ള വേറെ സിറ്റുവേഷൻസ് പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുടെ നഷ്ടപ്പെടൽ, അതുപോലെ തന്നെ രോഗാവസ്ഥ, ഡിവോഴ്സ്, നമുക്ക് വൈവാഹിക ബന്ധത്തിൽ, വിവാഹ ബന്ധത്തിൽ നിന്നുള്ള വേർപെടുത്തൽ, അതുപോലെ തന്നെ സെപ്പറേഷൻ, നമുക്ക് ഭാര്യാഭർത്താക്കളാണെങ്കിൽ പോലും അവര് സെപ്പറേറ്റഡ് ആവുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതും ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ വരുന്നത് അപ്പൊ ആ ഒരു കാര്യങ്ങൾ സ്ട്രെസ്സിന് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കണേ. പിന്നെ നേച്ചർ ഓഫ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടി ഉണ്ട്. സ്ട്രെസ് ഈസ് ലൈക്ക് salt and pepper, and a life without would be devoid in motivation, as stress frequently motivated us to work in a particular direction. As a result, if there is no stress in life, no one will be derived to accomplish or carry out our various activities, because too much salt can make meals taste awful. ഇപ്പൊ നേച്ചർ ഓഫ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റില് ഈ ഒരു സ്ട്രെസ് ലെവൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു സോൾട്ട് ആൻഡ് പെപ്പർ പോലെയാണ്. ആവശ്യത്തിന് നമുക്ക് ഒരു സ്ട്രെസ് ഒക്കെ ആവാം. അത് നമുക്ക് എന്താണ്, മോട്ടിവേഷന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ സ്ട്രെസ് ഒക്കെ നമുക്ക് ഇച്ചിരിയൊക്കെ കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മാർക്ക് കിട്ടണം, നമുക്ക് നല്ല ജോലിയിൽ പ്രവേശിക്കണം, ഇതൊക്കെ നമുക്ക് ചെറിയൊരു സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നല്ല മാർക്ക് കിട്ടുള്ളൂ, ആ ഒരു കാര്യങ്ങളിലേക്ക് തോറ്റു പോകുമോ എന്നുള്ളൊക്കെ ഒരു ഭയം നമുക്കുണ്ടാവും. അപ്പൊ എന്താണ്,
ഈ ഒരു ഭയം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു ചെറിയ സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ ആ സ്ട്രെസ് വേണമെന്നാ പറയുന്നത്. കാരണം അങ്ങനെ ഒരു സ്ട്രെസ് ഇല്ലെങ്കിൽ നമ്മൾ പഠിക്കുകയില്ല, ജയിക്കുകയില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയി വരും. അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിപ്പെടും. അതുകൊണ്ട് ആ ചെറിയ സ്ട്രെസ് ഒക്കെ നമുക്ക് നല്ലതാണ്. കാരണം നല്ല രീതിയിൽ ജോലി ചെയ്യണം, നല്ല രീതിയിൽ എമൗണ്ട് പ്രതിഫലം വാങ്ങിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മളിൽ നല്ല രീതിയിൽ ജീവിക്കണം, അച്ഛനും അമ്മേനെ നോക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഓവർ സ്ട്രെസ്ഡ് ആവാതിരിക്കാനാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. സിമിലർലി സ്ട്രെസ് ലെവൽസ് ദാറ്റ് ആർ ഹയർ ദാൻ ദേ should have a negative impact on the individual's day-to-day functioning. When an individual stress level surpasses us with the optional level, they may find it extremely difficult to cope, and it can have negative consequences for their welfare as well as their performance and productivity. It isn't all bad, and it does have several positivism. അപ്പോൾ നമുക്കെന്താ സ്ട്രെസ് ലെവൽ എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ നമ്മളെ ചിലപ്പോൾ നെഗറ്റീവായിട്ട് ബാധിക്കാൻ ഇടയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്ട്രെസ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അത് പ്രതിഫലിക്കും. നമുക്ക് മറവി ഉണ്ടാവും, ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മൾ വിട്ടുപോകും ഒരു ഓവർ സ്ട്രെസ്ഡ് ആണെങ്കിൽ. അതുപോലെ തന്നെ ആളുകളോട് നമ്മൾ കയർക്കാനും നമ്മൾ ദേഷ്യപ്പെടാനൊക്കെ തുടങ്ങും. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഓവർ സ്ട്രെസ്ഡ് ആവാതിരിക്കാൻ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന എന്തെങ്കിലും കാര്യം വരുമ്പോൾ നമ്മൾ അത് മറ്റുള്ളവരോട്, നമ്മുടെ പ്രിയപ്പെട്ടവരോട് തുറന്നു പറയാനും അതിലൊരു പരിഹാരം കാണാനും ഒക്കെ നമ്മൾ ശ്രമിക്കണം. ഓക്കെ. ഇനി ടൈപ്സ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് നമ്മൾ പറഞ്ഞു സമ്മർദ്ദം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രഷർ എന്നൊക്കെ പറയുമ്പോൾ അത് പല ടൈപ്പ് ഉണ്ട്. അപ്പൊ ആ ടൈപ്സ് ഓഫ് സ്ട്രെസ്സിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. സ്ട്രെസ് ആണ് ആദ്യത്തേത്. സ്ട്രെസ് ക്യാൻ ബി ഗുഡ് സ്ട്രെസ് ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻ ദ സ്ട്രെസ്. Stress can be defined as good stress caused by a positive response to a desired stressor, such as a wedding or a new job. അപ്പോൾ നമുക്ക് എന്താണ് ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ സ്ട്രെസ് നൽകുന്നതാണ് ഈ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഗുഡ് സ്ട്രെസ് എന്നാണ് കേട്ടോ അതിന്റെ ഒരു വിപരീത പദം എന്ന് പറയുന്നത്. നല്ല ബാഡ് സ്ട്രെസ്സും ഉണ്ട്, ഗുഡ് സ്ട്രെസ്സും ഉണ്ട്. ഗുഡ് സ്ട്രെസ് ആണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയാ. അപ്പോൾ നല്ല രീതിയിൽ നമുക്കൊരു വിവാഹത്തിലേക്ക് കിടക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു പുതിയ ജോലിയിലേക്ക് കിടക്കുമ്പോൾ ഒക്കെ നമുക്കൊരു ചെറിയ ടെൻഷൻ ഒക്കെ ഉണ്ടാവും അല്ലെ. നമുക്ക് ചെറിയ ടെൻഷൻ, നമുക്കൊരു ചെറിയ സ്ട്രെസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ ആ ഒരു സ്ഥലത്ത് എങ്ങനെ എത്തും, നമ്മൾ അവിടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം, നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യണം എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നും. അപ്പൊ അതെല്ലാം നമ്മുടെ സ്ട്രെസ്സിന്റെ ഒരു ഭാഗമായിട്ട് വരാറുണ്ട്. പക്ഷെ അതൊക്കെ നല്ലതാണെന്നാണ് പറയാം. ഇനി വരുന്ന നോ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അത് ടൈപ്സ് ഓഫ് സ്ട്രെസ്സിൽ സെക്കൻഡ് ആണ് കേട്ടോ. നോ സ്ട്രെസ് ഈസ് എ ടേം യൂസ്ഡ് ബൈ describe stress that is neither helpful nor harmful. അപ്പോൾ ന്യൂ സ്ട്രെസ് എന്ന് പറയുന്നത് അത് ഹെൽപ്ഫുൾ ആണ്, അതുപോലെ തന്നെ ഹാംഫുള്ളും അല്ല എന്നുള്ള ഒരു കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്ട്രെസ് എന്ന് പറയുന്നത് ദിസ് ഇസ് ദ തേർഡ് ടൈപ്പ് ഓഫ് സ്ട്രെസ് that most people associated with the stress. When an individual's arousal level is extremely high or extremely low, this is refers to as distress. And chronic stress are two direct reservist types of distress. Auto stress is defined as a period of extreme stress that does not endure for a long time. Chronic stress, on the other hand, may not be as severe but might last for a long time. Hyperstress is the term for excessive stress. അതുപോലെ തന്നെ hypostress is the term that refers to a lack of stress. അപ്പൊ ഹൈപ്പർ സ്ട്രെസ്സും ഉണ്ട്, ഹൈപ്പോ സ്ട്രെസ്സും ഉണ്ട്. അപ്പം ഇതാണ് 4ഉം 5ഉം രീതിയിലുള്ള സ്ട്രെസ്സിന്റെ ടൈപ്പ് എന്ന് പറയുന്നത്. ഹൈപ്പർ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എക്സ്ട്രീം ലെവലിലുള്ള ഒരു സ്ട്രെസ്സിനെയാണ് നമ്മൾ ഹൈപ്പർ സ്ട്രെസ് എന്ന് പറയാം. ഹൈപ്പർ പ്രഷർ, ബ്ലഡ് പ്രഷർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഹൈപ്പർ ടെൻഷൻ ഒക്കെ പറയും. ഹൈപ്പോ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? ലാക്ക് ഓഫ് സ്ട്രെസ് ആണ് കേട്ടോ. ആ കാര്യം ഒന്ന് ഓർത്തില്ലേ. അപ്പൊ വൺ വേർഡ് ആയിട്ട് നമുക്കൊരു പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതണമെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? ഗുഡ് സ്ട്രെസ് ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രെസ് ദാറ്റ് ഈസ് നൈദർ ഹെൽപ്ഫുൾ നോർ ഹാംഫുൾ ആണ് ന്യൂ സ്ട്രെസ് എന്ന് പറയുന്നത്. ഡിസ്ട്രെസ് എന്ന് പറയുന്നത് when an individual across level is extremely high or extremely low, this is referred to as distress. Okay. അപ്പൊ അത്രയും കാര്യങ്ങൾ ആ പോയിന്റുകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. അതുപോലെ തന്നെ ഹൈപ്പർ സ്ട്രെസ്സും അതുപോലെ തന്നെ ഹൈപ്പർ സ്ട്രെസ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഹൈപ്പർ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പർ സ്ട്രെസ് ഇസ് ദ ഹാംഫുൾ ഫോർ എക്സസീവ് സ്ട്രെസ്. ഹൈപ്പർ സ്ട്രെസ് എന്ന് പറയുന്ന ഹൈപ്പർ സ്ട്രെസ് ഇസ് ദ സ്റ്റേം ദാറ്റ് റിഫേഴ്സ് ടു എ ലാക്ക് ഓഫ് സ്ട്രെസ്. അപ്പോൾ ഓക്കെ.
ഇനി സിംറ്റംസ് ഓഫ് സ്ട്രെസ് ആണ് നമ്മൾ പറയുന്നത്. ടൈപ്സ് ഓഫ് സ്ട്രെസ് പറഞ്ഞു, ഇനി സിംറ്റംസ് ഓഫ് സ്ട്രെസ് നമ്മൾ പറയുന്നുണ്ട്. Stress can affect a variety of facilities of life and include behavior, cognition, emotions, and physical health. Even though stress has a distinct effect on different people, that each person refers to such stress directly. There are some symptoms that can be linked to stress. These are discussed in the following order. അപ്പോൾ നമുക്കറിയാം സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മളെ ഒരുപാട് ബാധിക്കുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ എങ്ങനെയാണ് സ്ട്രെസ് ഉള്ള ആളുകളെ കണ്ടെത്തുന്നത്? അപ്പൊ നമ്മൾ ബിഹേവിയർ ചേഞ്ചസ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യം, അല്ലെ? നമ്മൾ സ്വാഭാവികമായിട്ട് നല്ല സന്തോഷമായിട്ട് കളിച്ചിരിച്ച് നടക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് മൂടി ആവുകയും പെട്ടെന്ന് ഉറക്കക്കുറവ് തോന്നുകയും അയാൾക്ക് ഒന്നും ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അയാളെ നോട്ട് ചെയ്യുകയും അയാൾക്ക് എന്താണ് ആവശ്യം, അയാൾക്ക് പറയാനുള്ളത് കേൾക്കുകയും സമാധാനത്തോടെ കേൾക്കുകയും അയാൾക്ക് വേണ്ട ഉപദേശങ്ങൾ അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കുകയും മാറ്റി കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക്, നമ്മുടെ വർക്ക് പ്ലേസിലുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഇത്തരത്തിൽ വരികയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഇത്തരത്തില് നമ്മൾ അവരെ മനസ്സിലാക്കിയും അവരുടെ കൂടെ നിൽക്കാനും ശ്രദ്ധിക്കണം. ലോ എനർജി, സ്റ്റൊമക് ഡിസ്റ്റർബൻസ്, ഹെഡേക്സ് ആൻഡ് മൈഗ്രെയിൻസ്, ഡിസ്കംഫർട്ട് ആൻഡ് aches, chest pain, rapid heartbeats, loss of sleep, dry mouth, muscle tension, and repeated infections are some of the physical signs of stress. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളണേ. ലോ എനർജി, അതായത് നമുക്ക് എന്താ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള വ്യക്തി പെട്ടെന്ന് മൂടിയാവുകയും പെട്ടെന്ന് അയാൾക്ക് ഒന്നും ചെയ്യാനുള്ള ഒരു താല്പര്യമില്ലാതിരിക്കുകയൊക്കെ ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കൃത്യമായിട്ട് മനസ്സിലാക്കണം അയാൾക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ട്രെസ് അയാൾ അനുഭവിക്കുന്നുണ്ടെന്ന് ഓർത്തിരിക്കാം. ലോ എനർജി അതിന്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ തന്നെ സ്റ്റൊമക് ഡിസ്റ്റർബൻസ്, നമുക്ക് വയറുവേദന അല്ലെങ്കിൽ മറ്റു സ്റ്റൊമക് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവുന്നത് സ്ട്രെസ്സിന് മൂലം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഹെഡേക്ക്, മൈഗ്രെയിൻസ്, ഇതൊക്കെ നമ്മുടെ സ്ട്രെസ് കാരണം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ചില ആളുകൾക്ക് 10ാം ക്ലാസ് ഭയങ്കര സംഭവമാണ്, 10ൽ നല്ല മാർക്ക് വാങ്ങിക്കണം എന്നൊക്കെ പറയുമ്പോൾ പല കുട്ടികൾക്കും എന്താണ് ഭയങ്കര തലവേദനയൊക്കെ ആയിരിക്കും, അല്ലെ? പഠിക്കാനിരിക്കും ഭയങ്കര തലവേദന, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ആകുമ്പോൾ ഭയങ്കര തലവേദന, ഇതൊക്കെ സ്ട്രെസ് കാരണം ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇനി ഡിസ്കംഫർട്ട് ആൻഡ് ഏക്സ്, ചെസ്റ്റ് പെയിൻ, അതുപോലെ റാപ്പിഡ് ഹാർട്ട് ബീറ്റ്സ്, ലോസ് ഓഫ് സ്ലീപ്പ്, ഡ്രൈ മൗത്ത്, മസ്കുലിൻ ടെൻഷൻ. അപ്പൊ അതൊക്കെ നമ്മുടെ ഈ ഒരു സ്ട്രെസ് കാരണം ഉണ്ടാവുന്ന ശാരീരികമായിട്ടുള്ള ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഡിഫറൻസ് ആണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പെട്ടെന്ന് പടപടപടാന്ന് ചങ്കിടിക്കുക, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ചുണ്ടൊക്കെ വരണ്ടിരിക്കുക, ഇതൊക്കെ നമ്മുടെ ഫിസിക്കലി നമുക്ക് സ്ട്രെസ് ഉണ്ടെന്ന് കാണിക്കുന്ന ചില സിംറ്റംസ് ആണ്. ഇനി ഇമോഷണൽ സിംറ്റംസ് ഇൻക്ലൂഡ് എക്സൈറ്റിംഗ് frustration, becoming easily angered or agitated, feeling of worthlessness, loneliness and even depression. അപ്പോൾ അതുപോലെ തന്നെ സ്ട്രെസ്സിന്റെ ഇമോഷണൽ ആയിട്ടുള്ള ചില സിംറ്റംസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഫ്രസ്ട്രേഷൻ, അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരിക, അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ ഭയങ്കര മൂഡി ആയിട്ടിരിക്കുക, അതുപോലെ തന്നെ നമ്മൾ ഒന്നുമല്ല, നമുക്ക് വെർത്ത്ലെസ് ആയിട്ട് നമ്മൾ ഫീൽ ചെയ്യുക, അതുപോലെ തന്നെ ലോൺലിനെസ്, ഏകാന്തത ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുക, എനിക്ക് കൂട്ടുകാരുമില്ല, എനിക്ക് ആരുമില്ല തുടങ്ങിയ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിനെ അലട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ സ്ട്രെസ് കാരണം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഡിപ്രഷൻ, വിഷാദ രോഗമൊക്കെ നമുക്കിപ്പോൾ ഫെമിലിയർ ആണ്, അല്ലെ? അപ്പൊ വിഷാദം എന്നൊക്കെ പറയുന്നതും ഇത്തരത്തില് നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള സ്ട്രെസ്സിന്റെ സിംറ്റംസ് ആണ്. ഓക്കെ, കൃത്യമായിട്ട് ഓർത്തിരിക്കുക. സ്ട്രെസ് എന്ന് പറയുന്നത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ട്രെസ് എന്താണെന്നും ടൈപ്സ് ഓഫ് സ്ട്രെസ്സും അതുപോലെ തന്നെ സിംറ്റംസ് ഓഫ് സ്ട്രെസ്സും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതൽ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞു തരുന്നത് കേട്ടോ. ഇനി worrying, continually experiencing racing thoughts, lack of organization in thinking, forgetting, inability of focus, lack of judgment of bad judgment, and pessimism are all cognitive symptoms associated with the stress. അതുപോലെ തന്നെ നമ്മുടെ ബിഹേവിയറിലൊക്കെ ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെ ഈ ഒരു സ്ട്രെസ് കാരണം നമുക്ക് ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഒന്നുകൂടെ പറയാം, ഫിസിക്കലും സൈക്കോളജിക്കലും ഇമോഷണലും ബിഹേവിയറലും ആയിട്ട് നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ ഒരു സ്ട്രെസ് കാരണം ഉണ്ടാവുന്നത് എന്നുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് പൾസ് റേറ്റ് ഈസ് ഹൈ, അതായത് നമ്മുടെ പൾസ് റേറ്റ് ഹൈ ആവുന്നത് നമുക്ക് ബോഡിയിൽ ഫിസിക്കലായിട്ട് ഉണ്ടാവുന്ന ഒരു സ്ട്രെസ് കാരണം ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഹാർട്ട് പൗണ്ടിങ്, അതുപോലെ തന്നെ പെർസെപ്ഷൻ ഹാസ് ഇൻക്രീസ്ഡ്, ആം ആൻഡ് ലെഗ് മസിൽസ് ടെൻസ്, ബ്രീത്തിങ് പ്രോബ്ലംസ്. നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ശ്വാസം കിട്ടാത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്, അല്ലെ? അപ്പൊ അതൊക്കെയാണ് ഇതിൽ നിന്ന് വരുന്നത്. ഒരു സാറ് കയറി വന്നപ്പോൾ എന്റെ ദൈവം എന്റെ ശ്വാസം നിലച്ചു പോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സ്ട്രെസ് കാരണം, പേടി കാരണമൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്.
ഇനി സൈക്കോളജിക്കൽ ആയിട്ട് നമുക്ക് എന്തൊക്കെ സിംറ്റംസ് ആണ് സ്ട്രെസ് കാരണം ഉണ്ടാകുന്നത് നോക്കാം. ഫീലിംഗ് അപ്സെറ്റ്, എന്താണ് നമുക്ക് ഒരു ഭയങ്കരമായിട്ട് ഒരു മൂഡി ആയിട്ടുള്ള ഒരു അവസ്ഥയൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഇൻഎബിലിറ്റി ടു കോൺസെൻട്രേറ്റ്, നമുക്ക് ഭയങ്കരമായിട്ട് ഏകാന്തത ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. കാരണം ഏകാന്തത നമുക്ക് നഷ്ടപ്പെടും. നല്ല രീതിയിൽ ഏകാഗ്രതയായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഏകാഗ്രതയാണ് കേട്ടോ, കോൺസെൻട്രേഷൻ ആണേ. ഏകാഗ്രത നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് എന്താണ് നമ്മൾ ഏകാന്തവാസത്തിൽ പോലെ നമ്മൾ ഏകാന്തമായിട്ട് ഇരിക്കേണ്ടി വരും. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കൂട്ടുകാരോടൊന്നും കൂട്ടുകൂടാനോ ഒന്നും തോന്നാത്തൊരവസ്ഥയും ഉണ്ടാവാറുണ്ട്. ലോസ് ഓഫ് സെൽഫ് കോൺഫിഡൻസ് നമ്മുടെ ഒരു ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. ആത്മവിശ്വാസം അല്ലെങ്കിൽ ആത്മധൈര്യം ഒക്കെ ഇല്ലാതെയാകുക. ആത്മവിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അല്ലെ. അപ്പൊ അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സൈക്കോളജിക്കൽ നമുക്ക് സ്ട്രെസ് കാരണം ഉണ്ടാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ എപ്പോഴും വറി ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ ഡിഫിക്കൽട്ടി ഇൻ മേക്കിംഗ് ഡിസിഷൻസ്, റേസിംഗ് തോട്ട്സ്. അപ്പം എന്താണ് നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ സ്ട്രെസ് കാരണം നമുക്ക് ഉണ്ടാവുന്ന സൈക്കോളജിക്കൽ സിംറ്റം ആണ് കേട്ടോ. അതുപോലെ തന്നെ എപ്പോഴും അമിതമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുക എന്നൊക്കെ പറയുന്നതും ഈ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള സ്ട്രെസ് കാരണമുള്ള ഒരു പ്രശ്നമാണ്. ഇനി ഇമോഷണൽ ആയിട്ട് നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ സ്ട്രെസ് കാരണം ഉണ്ടാവുന്നത് നോക്കാം. ആൻസൈറ്റി ഒന്നാണ്. അതുപോലെ തന്നെ ഡിപ്രഷൻ, നമ്മൾ പറഞ്ഞില്ലേ വിഷാദം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. ഇമോഷണൽ ആയിട്ട് നമുക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ വിഷാദം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആങ്കർ, ദേഷ്യം, നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടാവാറുണ്ട്. ഗിൽറ്റ്, ഒരു കുറ്റബോധം, ഞാൻ ശരിയല്ല, ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റാണ് തുടങ്ങിയ ഒരു കുറ്റബോധമൊക്കെ നമുക്ക് സ്ട്രെസ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ജലസിയും, ഭയങ്കരമായിട്ട് അസൂയയും ഒക്കെ നമുക്ക് ചിലപ്പോൾ സ്ട്രെസ്സിന്റെ ഭാഗമായിട്ട് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഷെയിം, ഇംപേഷ്യന്റ്, അതുപോലെ തന്നെ സൂയിസൈഡൽ തോട്ട്സ്, ഇതൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. അതായത് ക്ഷമയില്ലാത്ത അവസ്ഥ, ഭയങ്കരമായിട്ട് ഒരു ആത്മഹത്യാ പ്രവണതയൊക്കെ നമുക്ക് സ്ട്രെസ്സിന്റെ ഭാഗമായിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു ഇൽനസ്, ഭയങ്കരമായിട്ടുള്ള എന്തെങ്കിലും മാരക രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നതാണെങ്കിൽ പോലും ചില ആളുകൾക്ക് അതുകൊണ്ട് ഭയങ്കരമായിട്ട് സ്ട്രെസ് ഉണ്ടാവാറുണ്ട്. ഭയങ്കരമായിട്ട് മാനസികമായിട്ടുള്ള സമ്മർദ്ദമൊക്കെ വന്ന് അവര് ആത്മഹത്യയിലേക്കൊക്കെ പോകാറുണ്ട്. ഇമോഷണൽ ആയിട്ട് സ്ട്രെസ് കാരണം ഉണ്ടാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സൂയിസൈഡൽ തോട്ട്സ് എന്നൊക്കെ പറയുന്നത്. ഇനി ബിഹേവിയറിൽ എന്താണെന്ന് നോക്കാം. ബിഹേവിയർ ആയിട്ട് വരുമ്പോൾ ബിഹേവിയറൽ രീതിയിൽ ഈ ഒരു സിംറ്റംസ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത് പെർഫോമൻസ് എഫിഷ്യൻസി ഹാസ് ഡിറ്ററോയിറ്റഡ്, tobacco use as well as the use of alcohol and other recreational drugs. അപ്പോൾ നമുക്ക് ബിഹേവിയർ ചേഞ്ചസ് വരുന്നത് സ്ട്രെസ് കാരണം ചില ആളുകൾ പുകവലിക്കാനും അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ആൽക്കഹോൾ ഒക്കെ ഉപയോഗിക്കാനൊക്കെ തുടങ്ങാറുണ്ട് സ്ട്രെസ് മാറാനായിട്ട് അല്ലെ. എന്തെങ്കിലും ഒരു സങ്കടം വന്നു കഴിഞ്ഞാൽ ഉടനെ കള്ളു കുടിക്കുക അല്ലെങ്കിൽ മദ്യം കഴിക്കുക, പുകവലിക്കുക തുടങ്ങിയൊക്കെ ആളുകളുടെ ശീലമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആക്സിഡന്റ് പ്രൊണൗൺസൻസ്, അതുപോലെ നെർവസ് mannerism is a term that refers to അതുപോലെ തന്നെ എന്താണ് ഇത്തരത്തിലുള്ള നമ്മുടെ മാനറിസംസ് ബാക്കി ആളുകളെ അനുകരിക്കാനായിട്ട് തുടങ്ങുക. അതുപോലെ തന്നെ നെർവസ് ആവുക, അതുപോലെ ആക്സിഡന്റ് പ്രൊണൗൺസൻസ്, അതുപോലെ തന്നെ ടബാക്കോ യൂസ്, ഇതെല്ലാം നമുക്ക് ബിഹേവിയർ ആയിട്ട് നമുക്ക് ഉണ്ടാകുന്ന ചേഞ്ചസിൽ വരുന്നതാണ് കേട്ടോ. സിംറ്റംസ് ഓഫ് സ്ട്രെസ്സിലെ ബിഹേവിയറൽ ചേഞ്ചസ് ആണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ് സ്ലീപ്പ് ഡിസ്ട്രിപ്ഷൻ ഓഫ് സ്ലീപ്പ്, അതുപോലെ തന്നെ ഫോബീസ്, അതുപോലെ തന്നെ ഫാസ്റ്റർ ഈറ്റിംഗ്, വാക്കിംഗ് ആൻഡ് കൺവേഴ്സിങ്. അപ്പം എന്താണ് ഫാസ്റ്റ് ആയിട്ട് ഈറ്റ് ചെയ്യുക, ഭയങ്കരമായിട്ട് പെട്ടെന്ന് വാരി വലിച്ച് കഴിക്കുക, അതുപോലെ തന്നെ പെട്ടെന്ന് കഴിക്കുക, അതുപോലെ തന്നെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഈ ഒരു ഈറ്റിംഗ് ചില ഈറ്റിംഗ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാറുണ്ട് ചില ആളുകൾക്ക്. സ്ട്രെസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സ്ട്രെസ് ഈറ്റിംഗ് എന്ന് പറയും അല്ലെ. ഒരുപാട് സങ്കടവും ദേഷ്യവും വിഷമവും ഒക്കെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ചിലപ്പോൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നമുള്ള ആളുകൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെയിറ്റ് കൂടാനായിട്ട് തുടങ്ങും. അങ്ങനെ വെയിറ്റ് കൂടുമ്പോൾ അത് അവരുടെ ആത്മവിശ്വാസത്തെ വീണ്ടും മങ്ങലേൽപ്പിക്കും. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്നത് എന്താ, സ്ട്രെസ് മാറാനായിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ് വഴി എന്ന് ഓർത്ത് ഭക്ഷണം കഴിക്കുന്നത് അമിതമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിനെ അത് വളരെയധികം മോശമായിട്ട് ബാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കോൺഫിഡൻസിനെ തകർക്കും. അതുപോലെ തന്നെ ചെയ്യുന്നത് നല്ലതല്ലെന്ന് നമുക്കും അറിയാം. അപ്പൊ അത് നമ്മുടെ കുറ്റബോധം ഉണ്ടാക്കുന്നതിന് കാരണമാകും. അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം ഈ ഒരു സ്ട്രെസ്സിന്റെ സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ആ സിംറ്റംസ് നമ്മൾ കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുകയും പഠിക്കുകയും കൂടെ ചെയ്യണേ. പിന്നെ സോഴ്സസ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. അതും പ്രധാനപ്പെട്ടതാണ്. ഏതൊക്കെ സ്രോതസ്സുകളാണ് സ്ട്രെസ് ഉണ്ടാവുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ അല്ലെങ്കിൽ ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്ന്.
We will move on to organize to stress now that we are established a clear understanding of the nation and nature of stress. As a result, the sources of stress can be divided into the three categories: frustration, motivation, conflict, and pressure. ഓക്കെ, 4 കാര്യങ്ങളാണ് ഈ ഒരു സോഴ്സസ് ഓഫ് സ്ട്രെസ്സിലുള്ളത് കേട്ടോ. 4 കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ഇതും നമുക്ക് എക്സാമിന് ചോദിച്ചു കണ്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഫസ്റ്റ് വൺ ഫ്രസ്ട്രേഷൻ ആണ്, സോഴ്സസ് ഓഫ് സ്ട്രെസ്സിൽ. ഫസ്റ്റ് വൺ ഫ്രസ്ട്രേഷൻ, സെക്കൻഡ് വൺ എന്താണ് മോട്ടിവേഷൻ, അതുപോലെ തന്നെ തേർഡ് വൺ കോൺഫ്ലിക്റ്റ് ആണ്, ഫോർത്ത് വൺ പ്രഷർ ആണ് കേട്ടോ. ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്, ഫ്രസ്ട്രേഷൻ ക്യാൻ ബി ഡിസ്ക്രൈബ് ആൻഡ് occurrence when a global oriented behavior of an individual and stated of mangle a wide range of environmental obstacles, both physical and social and internal factors in the form of personal limitations, biological conditions, and psychological barriers may lead to frustration of our needs, motives, and efforts. Ravi, for example, was looking forward to his promotion but was disappointed when he did not receive it. അപ്പോൾ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ്സിന് കാരണമാകുന്ന ഒരു കാര്യമാണെന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. രവി എന്ന് പറയുന്നത് നന്നായിട്ട് ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ആളാണ്, അല്ലെങ്കിൽ പ്രൊമോഷൻ പ്രതീക്ഷിക്കുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന് ആ പ്രൊമോഷൻ കിട്ടാതെ മറ്റൊരാൾക്ക് ആ പ്രൊമോഷൻ കിട്ടുവാണെങ്കിൽ അത് അയാൾക്ക് ഫ്രസ്ട്രേഷന് കാരണമാവും. ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് സ്ട്രെസ്സിന് കാരണമാവും. എന്തുകൊണ്ടാണ് എനിക്ക് കിട്ടാത്തത്, ഞാൻ ഇവിടെ ജോലി ചെയ്തിട്ട് എനിക്ക് എന്തുകൊണ്ട് പ്രൊമോഷൻ കിട്ടുന്നില്ല, എന്തുകൊണ്ട് എനിക്ക് ശമ്പളം കൂട്ടി കിട്ടുന്നില്ല, തുടങ്ങിയ കാര്യങ്ങളെല്ലാം സ്ട്രെസ്സിന് കാരണമാക്കാറുണ്ട്. അപ്പൊ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു സോഴ്സ് ആണെന്ന് ഓർത്തിരിക്കാം. പിന്നെ വരുന്നത് കോൺഫ്ലിക്റ്റ് ഓഫ് മോട്ടീവ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. Conflict of motives is the second source of stress, as the individual must choose between alternative and decision making in the regard can be stressful. Approach conflict, avoidance conflict, approach avoidance conflict, and double approach avoidance conflict are the 4 various of motivation conflict. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ നമ്മൾ സൈക്കോളജിയിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്രോച്ച് കോൺഫ്ലിക്റ്റ്, അതുപോലെ തന്നെ അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് ഒക്കെ നമുക്ക് സൈക്കോളജിയിലൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. ഓക്കെ, കോൺഫ്ലിക്റ്റ് ഓഫ് മോട്ടീവ്സ് എന്ന് പറയുന്നത് നമ്മുടെ ചില കാര്യങ്ങൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നതിന് കാരണമാകും. ഒന്ന് പറഞ്ഞ അപ്രോച്ച് കോൺഫ്ലിക്റ്റ് ആണ്. അതായത് നമുക്ക് ഒരേ ജോലി, പ്രത്യേകിച്ച് ഒരേ ശമ്പളമുള്ള 2 മികച്ച ജോലികൾ നമ്മുടെ കയ്യിലേക്ക് വരികയാണ്. ഒരേ സമയം നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുകയാണെങ്കിൽ ഏത് ജോലി തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമുക്കുണ്ടാവും അല്ലെ. ഒരു ജോലി മാത്രമേ വരുന്നുള്ളെങ്കിൽ, നല്ല ശമ്പളമുള്ള ഒരു ജോലി മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ഒരെണ്ണം മാത്രം തിരഞ്ഞെടുക്കാമായിരുന്നു. പക്ഷേ നമുക്ക് 2 ജോലി ഒരേ സമയം നല്ല സാലറി ഉള്ള 2 ജോലികൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചിലപ്പോൾ എന്താണ് ഒരു ഡിസ്റ്റർബൻസ്, ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. ഏത് ജോലി ഞാൻ തിരഞ്ഞെടുക്കണമെന്ന്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ജോലി നമ്മൾ തിരഞ്ഞെടുത്താൽ പോലും എന്താണ് മറ്റേ ജോലി ആയിരുന്നോ കുറച്ചുകൂടെ നല്ലതെന്നുള്ളൊരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു സമ്മർദ്ദം നമ്മളിൽ ഉണ്ടാവും അല്ലെ. അപ്പൊ അതാണ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഇനി അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് 2 കാര്യങ്ങളും തീർത്തും നമുക്ക് താല്പര്യമില്ലാത്തതാണ്. 2 കാര്യങ്ങളിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് നമുക്ക് ഒരു ഓപ്ഷൻ ഉള്ളത്. അപ്പൊ അതാണ് അവോയ്ഡ് കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്ന ഒരു ഇതിലുള്ളത്. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജോലി ലഭിച്ചു. നമ്മുടെ പഠനത്തിനും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിനും നമ്മുടെ ആറ്റിറ്റ്യൂഡിനൊന്നും തീരെ ചേരാത്ത ഒരു ജോലി നമുക്ക് ലഭിച്ചു. അതേസമയം ആ ജോലി നമുക്ക് തിരഞ്ഞെടുക്കാൻ നമുക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തൊഴിൽ രഹിതനായിട്ട് നിൽക്കാം, അല്ലെങ്കിൽ എന്താണ് ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യാം. അപ്പൊ അങ്ങനെ 2 കാര്യങ്ങൾ അല്ലെങ്കിൽ 2 ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നത് 2 നമുക്ക് വലിയ താല്പര്യമില്ലാത്ത ഓപ്ഷൻസ് ആണ് അല്ലെ. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സന്ദർഭങ്ങളെയാണ് നമ്മൾ പറയുന്നത് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മളിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണമാണ്. ജോലിക്ക് പോകണോ, ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യണോ, അതോ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കണോ, ഈ ഒരു ചിന്ത നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ വേറൊരു കോൺഫ്ലിക്റ്റ് ആണ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇത് നല്ലൊരു ജോലി ലഭിച്ചു, അതുപോലെ തന്നെ അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റിൽ ഒന്ന് കാര്യം നമുക്ക് ഇഷ്ടമുള്ളതാണ്, മറ്റേ കാര്യം നമുക്ക് താല്പര്യമില്ലാത്തതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് അതുപോലെ തന്നെ മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് കോൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ കോൺഫ്ലിക്റ്റ് ഓഫ് മോട്ടീവ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇതും നമ്മുടെ സെക്കൻഡ് സോഴ്സ് ഓഫ് സ്ട്രെസ് ആണ്. അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഷോർട്ട് ആൻഡ് കോൺഫ്ലിക്റ്റ്. ദ ഇൻഡിവിജ്വൽ മസ്റ്റ് ചൂസ് ബിറ്റ്വീൻ 2 ഗുഡ് ആൻഡ് സിമിലർ ഒബ്ജക്റ്റീവ്സ്. പീപ്പിൾ മേ ഫോർ എക്സാമ്പിൾ മസ്റ്റ് പിക്ക് ബിറ്റ്വീൻ 2 സിമിലർ കരിയർ പോസിബിലിറ്റീസ്. അപ്പൊ അത് രണ്ടും ഞാൻ പറഞ്ഞു തന്നെയാണ് കേട്ടോ ഇവിടെ പറയുന്നത്. രണ്ടും the individual must choose between 2 good and similar objectives. അതാണ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് is the next type of motive conflict. There are 2 ideal aims here.
But unlike the approach conflict, the goals are negative. For example, an individual may have to choose between remaining unemployed and taking a subpar job in which he or she is uninterested. അപ്പൊ ഇതും ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റില് നമ്മള് രണ്ട് കാര്യങ്ങൾ നമുക്ക് താല്പര്യമില്ലാത്ത കാര്യം, രണ്ട് എക്സാമ്പിൾസ് ആണ്, രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്ക് കിട്ടുക. ഒന്ന് നമുക്ക് വേണമെങ്കിൽ അൺഎംപ്ലോയ്മെന്റിൽ നമുക്ക് തുടരാം, അതുപോലെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ജോലി നമുക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. രണ്ട് നമുക്ക് ഒരേ എഫക്ട് തന്നെയാണ് നമുക്ക് തരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്ന അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് ആണ്. There is just one goal here. It is both positive and negative. For example, a person who accepts a job abroad may be ascetic but about and the chance, but he or she must also accept the fact that he or she will be separated from his or her family. As a result, this objective has both positive and bad repercussion, and the individual may feel stressed. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ കാര്യങ്ങളെല്ലാം, ഈ അപ്രോച്ചുകളെല്ലാം അല്ലെങ്കിൽ ഈ കോൺഫ്ലിക്റ്റുകളെല്ലാം നമ്മളെ സ്ട്രെസ്സിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്രോച്ച് കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ ഒരുപോലെയുള്ള രണ്ട് ജോലി നമുക്ക് കിട്ടുവാണ്, നമുക്ക് നല്ല സാലറി രണ്ട് ജോലി കിട്ടുവാണ്. പക്ഷെ എന്താണ്, ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. പക്ഷെ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുമ്പോൾ മറ്റേ ജോലിയായിരുന്നു നല്ലതെന്ന് തുടങ്ങി എന്നുള്ളൊരു ചിന്ത നമ്മളിലേക്ക് ഉണ്ടാവാനായിട്ടുണ്ട്. ഏത് ജോലി തിരഞ്ഞെടുക്കണം തുടങ്ങിയ ഒരു സ്ട്രെസ്സിലേക്ക് എത്തും അല്ലെ. അതുപോലെ തന്നെ അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് തീരെ താല്പര്യമില്ലാത്ത രണ്ട് കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുക. ഒന്ന് അൺഎംപ്ലോയ്ഡ് ആയിട്ട് തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ എന്താ ഇഷ്ടമില്ലാത്തൊരു ജോലിക്ക് പോകുക. അപ്പൊ അത് രണ്ടും നമ്മളിൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. ഞാൻ ജോലിക്ക് പോണോ, അതോ വെറുതെ ഞാൻ വീട്ടിൽ ഇരിക്കണം, എനിക്ക് ഇഷ്ടമില്ലാത്ത ജോലിയല്ലേ എന്നൊക്കെ ഓർത്ത് നമ്മളത് സ്ട്രെസ് ആക്കും നമ്മളെ. അതുപോലെ തന്നെ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഒന്ന് നല്ലതും ഒന്ന് ചീത്തയും ഉള്ള രണ്ട് കാര്യങ്ങളായിരിക്കും നമ്മളുടെ ലൈഫിൽ സംഭവിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാൾക്ക് ഒരു ജോലി കിട്ടി, വിദേശത്താണ്, നല്ല ശമ്പളമുള്ള നല്ലൊരു ജോലിയാണ്. പക്ഷെ എന്താണ്, അത് നല്ലതാണെങ്കിൽ അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും എന്താണ്, നമുക്ക് വേണ്ടാത്തൊരു കാര്യം അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം കൂടി അവിടെയുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു വിദേശത്തേക്ക് പോകുമ്പോൾ ആ ഒരു ഫാമിലിയെയും കൂടെ കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കില്ല. അപ്പൊ ആ ഒരു വീട്ടിലെ അമ്മയും അച്ഛനെയും ഭാര്യയും കുഞ്ഞുങ്ങളെയും ഒക്കെ നാട്ടിൽ നിർത്തിയതിനു ശേഷം അദ്ദേഹത്തിന് ജോലിക്ക് വിദേശത്തേക്ക് പോകേണ്ടി വരും. അപ്പൊ അതെന്ന് പറയുന്നതാണ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. അപ്പൊ നമ്മുടെ വീട്ടുകാരെയും നമ്മുടെ നാട്ടുകാരെയും നമ്മുടെ കൂട്ടുകാരെയും ഒന്നും കാണാതെ ഉള്ള ആ ഒരു സ്ട്രെസ് നമ്മളെ ബാധിക്കാറുണ്ട്. അതാണ് ഇവിടെ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടെ നമുക്ക് ലാസ്റ്റ് ഉണ്ട്. It is possible that the conflicts where we face the complicated consisting or a mix of approach and avoidance conflict, the individual must select between options that have both opposite and bad representations in his conflict. For example, a student may have to pick between two educational options: pursue music, which he or she enjoys but will make his or her parents sad, for pursuing engineering, which will make his or her parents happy but which he or she does not enjoy. അപ്പോൾ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് ആണ്. അതായത് രണ്ട് രീതിയിൽ സങ്കടവും അതുപോലെ തന്നെ സന്തോഷം തരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുന്ന കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടും. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്സും കാര്യങ്ങളുമാണ് ഈ ഒരു മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടിക്ക് അവൾക്ക് സംഗീതം പഠിക്കാനാണ് ഇഷ്ടം എന്ന് വിചാരിക്കാം. പക്ഷെ ആ സംഗീതം പഠിക്കാൻ, അവളുടെ ഇഷ്ടത്തിന് സംഗീതം പഠിക്കാനായിട്ട് അവൾ പോവുകയാണെങ്കിൽ അത് മാതാപിതാക്കളെ വേദനിപ്പിക്കും എന്നുള്ള കാര്യം അവള് ചിന്തിക്കുന്നു. എന്താ, മാതാപിതാക്കൾക്ക് ഞാൻ സംഗീതം പഠിക്കാൻ പോകുന്നത് താല്പര്യമില്ല, കാരണം അതിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ, എന്റെ മകൾ സംഗീതം പഠിക്കാൻ പോവുകയാണെന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ അവർക്ക് കുറച്ചിലായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് സങ്കടം വരുന്ന കാര്യമായിരിക്കാം. അപ്പം പക്ഷെ അവൾക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണത്. അപ്പൊ അവൾക്ക് സന്തോഷമുള്ള കാര്യം ചെയ്യുമ്പോൾ അവളുടെ മാതാപിതാക്കൾ ചിലപ്പോൾ ദുഃഖിക്കേണ്ടി വരും. അപ്പൊ അതേസമയം അവള് എഞ്ചിനീയറിംഗ് ആണ് പോകുന്നതെങ്കിൽ മാതാപിതാക്കൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, പക്ഷെ അവൾക്ക് അത് സങ്കടമുള്ള ഒരു കാര്യമായിട്ട് തീരും. അപ്പൊ ഇങ്ങനെ ഒരാൾക്ക് സങ്കടം വരുമ്പോൾ മറ്റേ ആൾക്ക് അത് സന്തോഷമാകുകയും ആ ഒരു അപ്രോച്ചുകളെയാണ് നമ്മൾ മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടുപേർക്കും, രണ്ടു കൂട്ടർക്കും, അല്ലെങ്കിൽ ആ മകൾക്കും അച്ഛനും അമ്മയ്ക്കും ഒന്ന് സന്തോഷം ഒരുമിച്ച് കിട്ടാനായിട്ട് അത് ബുദ്ധിമുട്ടാവും അല്ലെ. അപ്പൊ ആ രീതിയിലുള്ള രണ്ട് ഓപ്ഷൻസ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. അതാണ് മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളെല്ലാം നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു, സംഗീതം പഠിക്കാൻ പോകുന്ന ഇഷ്ടമുള്ള മകള് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അവൾക്ക് സ്ട്രെസ് ഉണ്ടാക്കും അല്ലെ. എനിക്ക് താല്പര്യമില്ലാത്തൊരു സബ്ജക്റ്റ് ആണ് ഞാൻ പഠിക്കുന്നത്, ഇത് ജയിക്കുമോ എന്നുള്ള കാര്യവും അറിയില്ല, തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവൾക്ക് സ്ട്രെസ് ഉണ്ടാക്കാനുള്ള കാരണമാകും. അപ്പൊ അതെല്ലാമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത്. ആ 4 അപ്രോച്ചുകളും കൃത്യമായിട്ട്, ആ കോൺഫ്ലിക്റ്റുകൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കണേ. ഇനി പ്രഷർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. പ്രഷർ എന്ന് പറയുന്നത് another case of stress is pressure, which can be external or internal. External pressure are the outcome of environmental demands, namely
societal responsibilities and obligations, as well as demands and expectations of cultural crucial people in our lives. Internal pressures are produced by our own self of sustaining the vision of ourselves as we think we should and should be. Rights mangle or of internal pressure when a child's parents pursuing him or her to perform well in an examination. This is an example of external pressure when a child feels compelled to study and do well in an examination, as the example of internal pressure. അപ്പോൾ എക്സ്റ്റേണൽ പ്രഷറും ഇന്റേണൽ പ്രഷറും ഒക്കെ നമുക്ക് നമ്മൾ അനുഭവിക്കാറുണ്ട് അല്ലെ. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു നല്ല രീതിയിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ മാതാപിതാക്കൾ നമ്മളോട് പറയുകയാണ് നല്ല രീതിയിൽ നീ എൻട്രൻസ് എഴുതി പാസ് ആവണം, എങ്കിൽ മാത്രമേ നിനക്ക് ഡോക്ടറോ എഞ്ചിനീയർ ആവാൻ സാധിക്കുള്ളൂ എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്താണ് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് കിട്ടുന്ന പ്രഷറാണ് അല്ലെ. മാതാപിതാക്കളും ബന്ധുക്കളും ഒക്കെ നമുക്ക് തരുന്ന ഒരു പ്രഷറാണ് എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രഷർ നമ്മൾ ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കും അല്ലെ. എങ്ങനെയാണ് ഇവരൊക്കെ എന്താണ് ഇങ്ങനെ പറയുന്നത്, ഞാൻ പഠിക്കണ്ടേ, ഞാൻ എങ്ങനെ എനിക്ക് കിട്ടുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കും. അങ്ങനെ ഇവർ പറയുമ്പോൾ നമ്മൾ അതനുസരിച്ച് നമ്മുടെ മനസ്സിൽ ഒരു സ്ട്രെസ് രൂപപ്പെടും. അതുപോലെ തന്നെ ഇന്റേണൽ സ്ട്രെസ് ഉണ്ട്. അതായത് എനിക്ക് പഠിക്കണം, എനിക്ക് ഈ ഒരു എക്സാം പാസ്സായാൽ മാത്രമേ എനിക്ക് ജോലി കിട്ടുകയുള്ളൂ, എനിക്ക് പഠിക്കാൻ പറ്റുകയുള്ളൂ, ഡോക്ടർ എഞ്ചിനീയർ ആകാൻ കാശ് കൊടുത്ത് കയറാൻ എനിക്ക് കൊണ്ട് പറ്റിയല്ല, അതുകൊണ്ട് നല്ല രീതിയിൽ ഞാൻ തന്നെ പഠിച്ച് നല്ല രീതിയിൽ എനിക്ക് മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ള ഒരു ചിന്ത കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ഇന്റേണൽ സ്ട്രെസ്സിന് കാരണമാകും, അല്ലെങ്കിൽ ഇന്റേണൽ പ്രഷറിന് കാരണമാകും. എപ്പോഴും നല്ലതെന്ന് പറയുന്നത് ഇന്റേണൽ പ്രഷർ തന്നെയാണ്. കാരണം നമ്മളിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്രഷർ കാരണം നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കും. നമ്മുടെ ആഗ്രഹപ്രകാരമാണ് അല്ലെ നമ്മൾ അതിനുവേണ്ടി അധ്വാനിക്കുന്നത്, ഒരു കാര്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നേടിയെടുക്കാനും നമ്മളെ കൊണ്ട് സാധിക്കും. പക്ഷെ എക്സ്റ്റേണൽ സ്ട്രെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറയുന്നത് മറ്റുള്ളവർ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ അടിച്ചേൽപ്പിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമായിരിക്കാം. എനിക്ക് ഡോക്ടർ എഞ്ചിനീയർ ആകാൻ താല്പര്യമില്ലെങ്കിൽ അപ്പനും അമ്മയും പറയാണ് ഡോക്ടർ എഞ്ചിനീയർ ആവണം എന്ന് പറഞ്ഞ് നമ്മളെ സ്ട്രെസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഒരുപാട് പ്രഷർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഈവൻ പഠിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ മനസ്സ് ചിലപ്പോൾ ഏകാഗ്രതമായിട്ട് ഇരിക്കുകയില്ല. Okay. Thus, any stress can be classified as one of the three sources listed above. A person may experience stress for more than one or all three sources. Aside from the causes, stress can also be caused by personality traits and that predate a person to it. Past experiences, basic temperature variables, and the precreation of control over the stressful circumstances all play a role in determining how an individual reacts to stress. The type A and type B personalities can be discussed in the perspective of personality. അപ്പൊ ഈ ഒരു പ്രഷർ കാരണം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സ്ട്രെസ്സിന്റെ ഒരു സ്രോതസ്സായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഒരു ഉറവിടമായിട്ട് പ്രഷറിനെ നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രഷർ എക്സ്റ്റേണൽ പ്രഷർ ആണെങ്കിൽ ഇന്റേണൽ പ്രഷർ ആണെങ്കിൽ പോലും നമുക്കത് സ്ട്രെസ് ഉണ്ടാക്കുന്നതിന് ഒരു കാരണമാകാറുണ്ട്. എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, ആളുകൾ നമ്മളെ പുറത്തുനിന്ന് കമ്പൽ ചെയ്യുകയാണ് അല്ലെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല രീതിയിൽ എൻട്രൻസ് പാസ്സാവണം എന്നൊക്കെ പറഞ്ഞ് അച്ഛനും അമ്മയും അല്ലെങ്കിൽ ബന്ധുക്കളും ഒക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്ട്രെസ് ആയിട്ട് കാണുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. പ്രഷറും അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് ഓഫ് മോട്ടീവ്സും അതുപോലെ ഫ്രസ്ട്രേഷനും ഒക്കെ നമ്മുടെ ഈ ഒരു സ്ട്രെസ്സിന് കാരണമാകുന്ന ഉറവിടങ്ങളാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ ലൈഫ് ഇവന്റ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. സ്ട്രെസ് ക്യാൻ ബി ബ്രോട്ട് ഇൻ ബൈ എ വെറൈറ്റി ഓഫ് ലൈഫ് circumstances. Death of a loved one, divorce or separation, job loss, marrying or so on are examples. These are significant life events in a person's life that may put a strain on the person's adjustment and coping resources by exposing the individual to new and ഡിസ്റ്റിങ്ക്ട് ചാലഞ്ചസ്. അപ്പോൾ ലൈഫ് ഇവന്റ്സ് നമ്മളെ ഒരുപാട് ബാധിക്കാറുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഒരു മാരേജ് ആണെങ്കിലും അല്ലെങ്കിൽ സെപ്പറേഷൻ, ഡിവോഴ്സ് ഒക്കെ ആണെങ്കിലും നമ്മളെ ഒരുപാട് രീതിയിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ മരണമൊക്കെ നമ്മളെ ഒരുപാട് ഒരു ബുദ്ധിമുട്ടിലാക്കാറുണ്ട്, ഒരു ഡിപ്രഷനിലൊക്കെ ആക്കാറുണ്ട്. അപ്പൊ അതൊന്നും ഓർത്തിരിക്കാം. പിന്നെ ഡെയിലി ഹാസൽസ് എന്ന് പറയുന്നത്, daily annoyance like life events can cause stress. Stress can be caused by daily annoyance such as lack of time, work overload, daily roles, responsibilities and duties and so on. In interpersonal relationship എന്ന് പറയുന്ന stress can also be brought
on by problems which interpersonal interactions can occur in a variety of settings, including family, employment, and peer group. Individual conflict may arise, which may have an impact on interpersonal relationships, and such as a result lead to stress. Interpersonal relationship problems can range from misunderstandings of aggregation and abuse, and they can have a severe influence on a person's physical and mental health. Stress because of social conditions എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടെ ഉണ്ട്. Individual social circumstances might also contribute to the development of stress, crowding, discrimination, technological advancements, and charge pollution, and other factors can also contribute to these sociomatic situations. Today, individual lives in a more complicated world. Globalization, greater competition, and an elevated level of social pressure are all factors. These have a determined effect on the individual and make him or her more susceptible to stress. അപ്പോൾ ഈ സ്ട്രെസ് ബിക്കോസ് ഓഫ് സോഷ്യൽ കണ്ടീഷൻസ് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമുക്ക് സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടുകളൊക്കെ നമ്മളെ സ്ട്രെസ്ഡ് ആക്കാറുണ്ട്, അല്ലെ? ഒന്നെങ്കിൽ ഓരോ ഡിസ്ക്രിമിനേഷൻസ് ആകും, വിവേചനങ്ങളാകും, അതുപോലെ തന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സും, അതുപോലെ തന്നെ ജനസംഖ്യാ വർധനവും ഒക്കെ നമ്മളെ സ്ട്രെസ്ഡ് ആക്കാനുള്ള കാരണങ്ങളുണ്ട്. കാരണം ഒരുപാട് ജനസംഖ്യയുള്ള ആളുകൾ, ജനസംഖ്യ വർദ്ധിക്കും തോറും നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ വിവേചനങ്ങൾ, ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും അതുപോലെ തന്നെ ലൈംഗികതയുടെ പേരിലും ലിംഗപേരിലും ഒക്കെയുള്ള വിവേചനങ്ങൾ, സ്ത്രീ പുരുഷ വിവേചനം ഒക്കെ നമ്മളെ ഒരുപാട് അഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മളെ ഒരുപാട് സ്ട്രെസ്സിൽ അകപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജാതിയുടെ പേരിൽ ഒരു കുഞ്ഞിനെ എന്താണ് താഴ്ത്തി കെട്ടുകയും അല്ലെങ്കിൽ അവളെ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ കുഞ്ഞിന് അത് സ്ട്രെസ് ഉണ്ടാക്കും, അല്ലെ? അതുപോലെ തന്നെയാണ് സ്ത്രീകളെയും പുരുഷന്മാരെയും വേർതിരിച്ച് കാണുകയും അവർക്ക് വേണ്ട അവകാശങ്ങളൊക്കെ നിഷേധിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അതും ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് മെഷർമെന്റ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. സ്ട്രെസ് മെഷർമെന്റ് ഇസ് എ റിക്വയർമെന്റ് ഓഫ് അക്യുറേറ്റ് സ്ട്രെസ് ഡയഗ്നോസിസ്. സ്ട്രെസ് ക്യാൻ ബി quantified in several different ways. Three are discussed in the following order. Psychological measures. Psychological measurements could be quite useful in the diagnosis and comprehending a person's stress. It is next unit we will go through the many types of stress models and the physiological changes that occur when people are exposed to stressful conditions. To understand the stress experienced by an individual, physiological reactions such as increased blood pressure, quick pulse rates, and breathing rate can be assessed. അപ്പോൾ മെഷർമെന്റ്സ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത് സ്ട്രെസ് നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒന്നെങ്കിൽ ഫിസിയോളജിക്കൽ മെഷേഴ്സ് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ നമുക്കുണ്ട്. അതുപോലെ ചെക്ക് ലിസ്റ്റ്, ഇന്റർവ്യൂ, ഇതൊക്കെ നമ്മുടെ സ്ട്രെസ് ലെവൽ നമുക്ക് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ചില മാർഗങ്ങളാണ്. മെഷർമെന്റുകൾ നമുക്ക് എടുക്കാൻ സാധിക്കും. അതായത് സ്ട്രെസ് നമ്മൾ എത്രത്തോളം അനുഭവിക്കുന്നുണ്ടെന്ന് ഈ 4 രീതികളിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. ഏതൊക്കെയാണ് അതും പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഫിസിയോളജിക്കൽ മെഷർമെന്റ് എടുക്കാം, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ചെക്ക് ലിസ്റ്റ് ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. ഈ 4 കാര്യങ്ങളിലൂടെ നമുക്ക് സ്ട്രെസ്സിന്റെ മെഷർമെന്റ് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് സൈക്കോളജിസ്റ്റ് ടെസ്റ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ആൻ ഒബ്ജക്റ്റീവ് ആൻഡ് സിസ്റ്റമാറ്റിക് മെഷർമെന്റ് ഓഫ് എ sample of behavior. Stress can be measured using a variety of standardized, reliable, and accurate physiological tests. Self-report inventories could be used as such physiological examinations. Self-report inventories, the individual is required to respond to statements and interpretations can be made based on the responses. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. നമുക്ക് ഫിസിയോളജിക്കൽ മെഷർമെന്റ്സ് എടുക്കാം, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ എടുക്കാം, അതുപോലെ തന്നെ ചെക്ക് ലിസ്റ്റ് ആണ് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. സ്ട്രെസ് ക്യാൻ ഓൾസോ ബി മെഷേർഡ് യൂസിങ് എ ചെക്ക് ലിസ്റ്റ്. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക, നിങ്ങളുടെ നോട്ടിലേക്ക് ഒന്ന് എഴുതി വെക്കുക. എ ചെക്ക് ലിസ്റ്റ്, ഫോർ എക്സാമ്പിൾ, ക്യാൻ ബി യൂട്ടിലൈസ്ഡ് എ ബിഗ് ലൈഫ് ഇവന്റ്സ്. The person is asked to check off important life events from a list that he or she has experienced over a period. The list of key events has been
meticulously compared and represents major life events that could occur in anyone's life, death of a loved one, divorce, job relocation, and other big life events are examples of major life events. അതുപോലെ തന്നെ ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടി ഉണ്ട്. An interview is another way for measuring stress in which in-depth informing is gathered from the subject face-to-face, structured, unstructured, and semi-structured interviews are all possible. Although the interview approach can be used to gather a lot of useful information, it is time-consuming and costly strategy. അപ്പോൾ ഇതും ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് നമുക്ക് സ്ട്രെസ് എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർവ്യൂവിൽ നമ്മൾ ചെല്ലുമ്പോൾ എന്താണ് ക്ലോസ് ടു ക്ലോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഫേസ് ടു ഫേസ് നമുക്ക് കാര്യങ്ങൾ സംസാരിച്ച് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഒരാളുടെ മാനസികമായിട്ടുള്ള വ്യവസ്ഥിതികളെ കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഞാനും നിങ്ങളും ഒക്കെ നിന്ന് നമ്മൾ പരസ്പരം നിന്ന് വർത്താനം പറയുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്തോരം വിഷമങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ടെന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനെ പറയുമ്പോൾ അത് വളരെ നല്ല രീതിയിലുള്ള ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാക്കും. അതായത് നമ്മുടെ വിഷമങ്ങളൊക്കെ ഒരാളോട് തുറന്നു പറയുമ്പോൾ നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടും അല്ലെ. അതുപോലെ തന്നെ ആ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും ആ ഒരു ഇന്റർവ്യൂവിന് കഴിയും. ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് നല്ല രീതിയിലുള്ള പ്രശ്ന പരിഹാരം നമുക്ക് മറ്റുള്ള ആളുകൾക്ക് നിഷ്കർഷിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ നല്ലൊരു സ്ട്രെസ്സിനൊക്കെ ഒരു പരിഹാരമായിട്ട് നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ ഇന്റർവ്യൂ രീതിയിലാണ് അല്ലെ കൗൺസിലിംഗ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. ഒരാളുടെ മുഖാമുഖം നിന്നിട്ടാണ് നമ്മൾ വർത്താനം പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞാണ് നമ്മൾ ഇന്റർവ്യൂ പോലെയാണ് ആ ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതെല്ലാം നമ്മുടെ എന്താണ് സ്ട്രെസ്സിനെ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യുന്നതിനുള്ള ചില മാർഗങ്ങളാണ്. അപ്പൊ ആ 4 മാർഗങ്ങൾ ഓർത്തിരിക്കുക. ഒന്നുകൂടെ പറയാം: ഫിസിയോളജിക്കൽ മെഷർ, സൈക്കോളജിക്കൽ ടെസ്റ്റ്, ചെക്ക് ലിസ്റ്റ്, ഇന്റർവ്യൂ. ഓക്കെ, അപ്പൊ എത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. സ്ട്രെസ്സിനെ കുറിച്ച് മാത്രമേ നമ്മൾ സംസാരിച്ചുള്ളൂ. സ്ട്രെസ് എന്ന് പറയുന്നത് ഇതിന്റെ കോൺസെപ്റ്റ് എന്താണ്, അത് ഏത് ലാറ്റിൻ വേർഡിൽ നിന്നാണ് അത് ഉത്ഭവിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ സ്ട്രെസ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്ന്, അതിന്റെ പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഫ്രസ്ട്രേഷൻ ഉണ്ട്, അതുപോലെ തന്നെ പ്രഷർ ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. സ്ട്രെസ് എന്ന് പറഞ്ഞ ടൈപ്സ് പറഞ്ഞു, അതിന്റെ സിംറ്റംസ് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കയറാം കേട്ടോ. എങ്കിൽ മാത്രമേ അടുത്ത കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അപ്പം ഇതുവരെ നമ്മൾ പഠിച്ചതൊന്ന് കൃത്യമായിട്ട് വായിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ കയറാൻ. ഓക്കെ, താങ്ക് യു.